അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ ആയുസ്സ് അവൻ്റെ ഇഷ്ടമുള്ള രൂപത്തിൽ ജീവിക്കാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിന് നമ്മൾ വേണ്ടത് നമ്മുടെ കൂടെയുള്ളവരോടും നമ്മുടെ കൂടപ്പിറപ്പുകളോടും അതുപോലെ നമ്മുടെ പരിസരത്തുള്ളവരോടൊക്കെ സ്നേഹവും കരുണയും കാണിക്കുകയാണെങ്കിൽ അള്ളാഹു നമ്മളോടും കരുണ കാണിക്കുകയും അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുകയും അള്ളാഹു നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരികയും എല്ലാം ചെയ്യും. അത് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾക്ക് വാഗ്ദാനം ചെയ്തതാണ്. മുത്ത് റസൂലുള്ളാഹി നമ്മളെ പഠിപ്പിച്ചതാണ്. ഇതൊന്ന് കേട്ട് നോക്കുകയാണ് ഉസ്താദ് പറയുന്നത്. നിങ്ങൾ ഭൂമി ലോകത്തുള്ളവരോട് കരുണ കാണിച്ചാൽ വാനലോകത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. കാരുണ്യത്തിന്റെ പ്രതീകമാണ് വിശന്ന് പ്രയാസപ്പെട്ടുകൊണ്ട് ചുമടുമായി പോകുന്ന ഒരു വൃദ്ധയുടെ ചുമട് തലയിലേറ്റി വീട്ടിൽ കൊണ്ടുപോയി കൊടുത്ത്, മകനെ നിന്റെ കയ്യിൽ നിനക്ക് നൽകാൻ കാശില്ല, ഞാനൊരു ഉപദേശം നൽകാമെന്ന് പറഞ്ഞപ്പോ മക്കയിൽ ഒരു കള്ളപ്രവാചകൻ വന്നിട്ടുണ്ട്, നീ അവന്റെ ഒരിക്കലും കെണിയിൽപ്പെട്ടു. നിങ്ങൾ ഭൂമി ലോകത്തുള്ളവരോട് കരുണ കാണിച്ചാൽ വാനലോകത്തുള്ളവൻ നിങ്ങളോട്. ഇതാണ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. അള്ളാഹു നമ്മളുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് ഉപദ്രവമില്ലാതെ സഹായങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കാൻ നാം എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി സഹായം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കാനുള്ളൊരു മനസ്സെങ്കിലും അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. അള്ളാഹു അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മളെ ചേർത്ത് വരുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.